കോഴിക്കോട് ജില്ലയിൽ മഴ കനത്ത് പെയ്യുന്ന സാഹചര്യത്തിൽ വ്യാപകമായിട്ട് നാശനഷ്ടം ഉണ്ടായിട്ട് കോഴിക്കോട് താലൂക്കിലുണ്ടായിരുന്ന 5 ക്യാമ്പുകൾക്ക് പുറമെ 3 ക്യാമ്പുകൾ കൂടി പിന്നെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ പ്രതിനിധി മേഘ നൽകും. മേഘ, കോഴിക്കോട് ജില്ലയിലെ കാലവർഷക്കെടുതി എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ഇപ്പോഴത്തെ ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പ്രേക്ഷകർക്ക് നമുക്ക് കോഴിക്കോട് ജില്ലയുടെ ഒരു ദുരിത ചിത്രം നൽകാൻ കഴിയുക? മേഘ, പറഞ്ഞോളൂ. രാജേഷ്, കഴിഞ്ഞ ഒരാഴ്ചയായി ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ ലഭിക്കാൻ തുടങ്ങിയിട്ട് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിലടക്കം ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി അടക്കം മുക്കം, അതുപോലെ തന്നെ ഇരുവഴിഞ്ഞിപ്പുഴ ആ ഭാഗങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. മുക്കം ഭാഗങ്ങളിലടക്കം കുന്നിടിച്ചിലടക്കം ഉണ്ടായി. ഇത് മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്ക് ഭീതി ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലയായ കക്കയം, കരിയാത്തമ്പാറ ഇവിടെയെല്ലാം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കക്കയം ഡാം സൈറ്റിലടക്കം കഴിഞ്ഞ ദിവസം ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും കോഴിക്കോട് ജില്ലയിൽ ഈ ഒരാഴ്ചത്തെ കനത്ത മഴയിൽ വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വീടുകളിലടക്കം വെള്ളം കയറിയും മരങ്ങൾ കടപുഴകി വീണും ജില്ലയിൽ വ്യാപക നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ കോഴിക്കോട് താലൂക്കിൽ ഉണ്ടായിരുന്ന 5 ക്യാമ്പുകൾക്ക് പുറമെ 3 ക്യാമ്പുകൾ കൂടി പുതുതായി ആരംഭിച്ചു എന്ന് വേണം പറയാൻ. കൊയിലാണ്ടി, കോഴിക്കോട് താലൂക്കുകളിലാണ് പുതുതായി ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിൽ 2 താലൂക്കുകളിലുമായി 8 ക്യാമ്പുകളിലായി നിലവിൽ 77 പേർ കഴിയുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. 40ഓളം കുടുംബങ്ങളെ ഇതേ തുടർന്ന് ബന്ധുവീടുകളിലേക്ക് അടക്കം മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൊയിലാണ്ടി നഗരസഭയിലെ 21, 31, 32 വാർഡുകളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ മഴയിൽ വെള്ളം കയറുകയും തുടർന്ന് 13ഓളം കുടുംബങ്ങളെയാണ് കോതമംഗലം GLP സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ള ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് രാജേഷ്. അതുപോലെ തന്നെ കോഴിക്കോട് താലൂക്കിലെ കുറ്റിക്കാട്ടൂർ വില്ലേജ്, അതുപോലെ തന്നെ കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിലെ പെരിങ്ങോട്ടുപുറം ഇവിടെയെല്ലാം ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് മാവൂർ മേഖലയിലടക്കം ശക്തമായ മഴയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ അടക്കം ഷട്ടറുകൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇരുവഴിഞ്ഞി അടക്കം കരകവിഞ്ഞൊഴുങ്ങി പ്രദേശത്തെ വീടുകളിലടക്കം വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. എന്തായാലും കോഴിക്കോട് താലൂക്കിൽ 3, കൊയിലാണ്ടിയിൽ 10, വടകരയിൽ 5, താമരശ്ശേരിയിൽ 3 എന്നിങ്ങനെ വീടുകൾക്കടക്കം കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് രാജേഷ്. എന്തായാലും ഈ വരുന്ന 2 ദിവസങ്ങൾ കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ജില്ലയിൽ എന്തായാലും ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതെങ്കിലും അയൽ ജില്ലകളിൽ പെയ്യുന്ന മഴ കാരണം ജില്ലയിലെ പുഴകളിലെ ജലനിരപ്പ് ഉയർന്ന ഒരു അവസ്ഥയും നിലവിലുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് രാജേഷ്. തീർച്ചയായും മേഘ, വളരെ വിശദമായി തന്നെ കോഴിക്കോട് ജില്ലക്ക് സംഭവിച്ച മഴക്കെടുതി അത് വളരെ വ്യക്തമായി തന്നെ മേഘ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്, പ്രേക്ഷകരെ അറിയിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, ഈ ബസ് പണിമുടക്കിൻ്റെ കാര്യം. അപ്പോൾ ഇന്നലെ കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ ഇപ്പം നരിക്കുനി ഭാഗം അടക്കമുള്ള ഭാഗം, മൂട്ടോളി, കക്കുടി ആ ഏരിയയിലൊക്കെ ബസ് സമരം ആയതുകൊണ്ട്, ബസ് പണിമുടക്കിയതുകൊണ്ട് ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ശരിക്കും യാത്രക്കാരെ വലച്ചു എന്നതിനപ്പുറം ബസ് ജീവനക്കാരെ ഒരു ആവലാതി കൂടി നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. കാരണം ആ റോഡിലൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്നുള്ളത് അവിടെ ഓടുന്ന ആ റൂട്ടിൽ ഓടുന്ന ഡ്രൈവർമാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കാരണം ഒന്ന് ബൈപ്പാസ് വഴിയൊക്കെ ചുറ്റിക്കറങ്ങി കോഴിക്കോട് നഗരത്തിലെത്തുന്നു, ആവശ്യത്തിന് യാത്രക്കാരില്ലാതെ ട്രിപ്പ് എടുക്കേണ്ടി വരുന്നു. ജനങ്ങളുടെ ഒരു സേവനം, ഒരു സർവീസ് എന്ന രീതിയിൽ അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ മാളിക്കട ഭാഗത്തും ഇതര റോഡുകളിലൊക്കെ കുണ്ടിലും കുഴിയിലുമൊക്കെ ചാടിയിട്ട് വാഹനങ്ങൾക്ക് വരുന്ന കേടുപാട് വേറെ, ഡ്രൈവർമാർ ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ, യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങൾ വേറെ, സമയത്തിൻ്റെ പ്രശ്നങ്ങൾ വേറെ, ഇതൊക്കെ ആയിട്ട് അവരൊരു പ്രതിഷേധ സൂചകമായിട്ട് ഇന്നലെ കോഴിക്കോട് ബാലുശ്ശേരി, നരിക്കുനി ആ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകളൊക്കെ പണിമുടക്കിയിരുന്നു. ശരിക്കും യാത്രക്കാർ വീട്ടിലോയതോടൊപ്പം തന്നെ അവരെ ആവലാതി കൂടി അധികൃതർ കേൾക്കണം എന്നൊരു അപേക്ഷയുണ്ട്. ഇപ്പം വേങ്ങേരി അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. 1.5 മാസം കൊണ്ട് അവിടെ ആ റോഡ് വെട്ടിക്കീറിയിട്ട് 2 ഭാഗത്ത്, നഗരത്തെയും നമ്മൾ ബാലുശ്ശേരി റോഡിന് ബന്ധപ്പെടുന്ന വേങ്ങേരി ഭാഗത്തെ റോഡ് തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്നൊക്കെ അറിയിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നം കുറേ കാലമായിട്ട് ഒരു 1.5 മാസം കേട്ട ആളുകൾക്ക് വലിയ വിശ്വാസമല്ല. പക്ഷേ ഈ പ്രാവശ്യം ഈ ജനങ്ങളുടെ ദുരിതം കണക്കിലെടുത്ത് പ്രവൃത്തികളൊക്കെ ഫാസ്റ്റായിട്ട് പോകുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചിട്ട് നഗരത്തിനും ബാലുശ്ശേരി പാതയിലും ബന്ധിപ്പിക്കുന്ന വേങ്ങേരിയിലെ ആ പ്രശ്നം കഴിഞ്ഞാൽ തന്നെ കോഴിക്കോട് ജില്ലയിലെ ഒരു വലിയ പ്രദേശത്തിൻ്റെ ദുരിതത്തിന് ഒരു ആശ്വാസമാവുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.
ഏതായാലും പിന്നെ അത്തരം കാര്യങ്ങൾ അധികൃതർ ശ്രദ്ധിക്കണം. പിന്നെ ഇന്നലെ ഒരു വ്യാപകമായിട്ടൊരു പോസ്റ്റ് പ്രചരിച്ചിരുന്നു. ആ പോസ്റ്റ് ഞങ്ങളൊക്കെ ഷെയർ ചെയ്തൊരു പോസ്റ്റാണ്. അത് ക്രിയേറ്റ് ചെയ്തത് ഞങ്ങൾ തന്നെയാണെന്നൊരു അർത്ഥത്തിൽ പറയാം. അത് ഒരു തമാശയായിട്ടാണെങ്കിൽ ഒരു ഗൗരവമുണ്ട്. കാരണം ഇത്രയുള്ള പറഞ്ഞത് കോഴിക്കോട് മാളിക്കടവ് കക്കോടി മൂട്ടോളി റോഡിൽ യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക, അവിടെ ചിലയിടങ്ങളിൽ റോഡുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ ആളുകളത് തമാശ രൂപത്തിലാണെങ്കിലും അതിന് കുറേ കമൻറ്റും ലൈക്കും ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും അതൊരു വസ്തുതയാണ്. ഗ്രാമീണ മേഖലയിൽ പലയിടത്തും റോഡുകളില്ല, പകരം വെള്ളക്കെട്ടും കുഴികളും തോടുകളും മാത്രമാണ് ഉള്ളത്. അപ്പം നമ്മൾ റോഡിൻ്റെയൊക്കെ അവസ്ഥ വളരെ ഗതികെട്ട അവസ്ഥയിലാണ്. അപ്പം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി, ഒപ്പം തന്നെ നമ്മളെ ബന്ധപ്പെട്ട റോഡ് വിഭാഗത്തിൻ്റെ ആളുകൾ, അപ്പോൾ ദേശീയപാതയിലൊക്കെ ദേശീയപാത അതോറിറ്റിയാണ്, റോഡിൻ്റെ ഒരു വിഭാഗം തന്നെയുണ്ട്, അവരാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അക്കാര്യത്തിൽ കൂടി ബഹുമാനപ്പെട്ട മന്ത്രി അടക്കമുള്ള ആളുകൾ ഉദ്യോഗസ്ഥരൊക്കെ വളരെ കൃത്യമായി ഇടപെട്ടിട്ട്, ഇതൊക്കെ ഒരു പാടാണ്. ഈ മഴക്കാലമൊക്കെ നമ്മൾ നീന്തിയിട്ടും നിരങ്ങിയിട്ടും ഒക്കെ വീട്ടിൽ പോകുന്ന ജോലി സ്ഥലത്തുനിന്ന് ഒരു പാടമാണ്. ആ പാഠം ഞങ്ങൾ നിങ്ങളെ അങ്ങോട്ട് അറിയിക്കുകയാണ്. അപ്പം കൃത്യമായ നടപടി നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ മുൻകൂട്ടി ചെയ്യേണ്ട കാര്യങ്ങൾ വൈകിപ്പോകുന്നതിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഈ മഴക്കാലത്ത് നമ്മൾ കണ്ടത്. ഈ മഴക്കെടുതിയോടൊപ്പം തന്നെ ഗതാഗത പ്രശ്നവും യാത്രാ പ്രശ്നമൊക്കെ വളരെ ആളുകളെ ബാധിച്ചിട്ടുണ്ടെന്ന വിവരം കൂടി ബന്ധപ്പെട്ട അധികാരികളെ ഞങ്ങൾ സ്നേഹത്തോടെ അറിയിക്കുകയാണ്. അതിന് നടപടി എടുക്കുന്നതിന് പ്രത്യാശയോട് കൂടിയിട്ട് വാർത്താപ്രഭാതം ഒരു ഇടവേളയിലേക്ക് പോകുന്നു.